അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പുഴുക്കും കേട്ടോ. ചപ്പാത്തി പരത്തി വെച്ച് ചുട്ടെടുത്തു. ഇനി ചേനയും മരച്ചീനിയും കൂടി പുഴുക്കുണ്ടാക്കാം. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് മാങ്ങ പെറുക്കി വെച്ചതാണ് കേട്ടോ. തന്നെ മാങ്ങ ഇഷ്ടം പോലെ വീണ് കിടക്കും. രാവിലെ മരച്ചീനി ഒന്ന് പതിപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കളയണം. അതിന് ശേഷം ചേനയിട്ട് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഉപ്പും ചേർക്കുക. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ മുളക് പൊടിയും ചേർക്കുക. എല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക. കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തേങ്ങ അരച്ച് ചേർക്കാം. തേങ്ങയിൽ പെരിഞ്ചീരകവും 2 അല്ലി വെളുത്തുള്ളിയും ഒരു 3 ചെറിയുള്ളിയും കൂടി അരച്ചതാണ് കേട്ടോ. അത് മരച്ചീനി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ മസാല പുരട്ടി എടുക്കാം. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനാണ്. 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ ഉപ്പും എല്ലാം കൂടെ ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത്തിരി വെള്ളമാണേ ഒഴിക്കാവും. നല്ലപോലെ മസാല പിടിക്കത്തക്ക വിധത്തിൽ ചിക്കൻ കഴുകി അതിലേക്കിട്ട് നല്ലപോലെ പുരട്ടിയിട്ട് വയ്ക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഞാൻ കളറ് ചേർത്തിട്ടില്ല കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി മരച്ചീനി ചേനയും വെന്ത് കിട്ടി. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയിൽ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നോട് പറയാൻ മറന്നതാണ്. ഇനി തേങ്ങയും ചേർത്ത് നല്ലപോലെ ഇളക്കി പതിപ്പിക്കുക. ഇത് പതിച്ച് വന്നു. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പൊരിക്കുന്നത്. ചോപ്പറിൽ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതാകുമ്പോൾ ചെറുങ്ങനെ കട്ട് ചെയ്ത് കിട്ടില്ല. 2 തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഫ്രഷ് ക്രീമും സോയാ സോസും ചില്ലി സോസും വേണം കേട്ടോ. ടൊമാറ്റോ പേസ്റ്റ് അതിലിട്ട് കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂണ് സോയാ സോസ്, 2 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, ഗരം മസാല, ഫ്രഷ് ക്രീം ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത്ര പണിയേ ഉള്ളൂ കേട്ടോ. ബട്ടർ ചിക്കൻ റെഡിയാണ്. ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത്. ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തത്. എല്ലാം റെഡിയായി.